Hi, hello, my dear students, my dear children. We are today discussing the answer key of our second term exam 2025. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ സെക്കൻഡ് ടൈം ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത്യാവശ്യം കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ ആൻസേഴ്സ് കണ്ടെത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വരും, അടുത്ത പരീക്ഷകളിൽ ആവർത്തിച്ച് വരും എന്ന് നമ്മൾ കരുതാൻ പാടില്ല. അങ്ങനെയല്ല, നമുക്ക് ഒരു ആൻസർ ഷീറ്റ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ തയ്യാറാക്കണം, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ സ്കോർ അനുസരിച്ച് എങ്ങനെയാണ് ആൻസറിൻ്റെ ലെങ്ത് തീരുമാനിക്കേണ്ടത്, എന്തെല്ലാമാണ് ആൻസറിൽ ഉണ്ടാകേണ്ടത്, അങ്ങനെ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്ന് നമുക്കൊരു നല്ല ഒരു ബോധ്യം ഈ ആൻസർ കീ പരിചയപ്പെടുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആൻസേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കണം. അത് ഇൻസ്ട്രക്ഷൻ എന്താണ് പറയുക? ദ ഫസ്റ്റ് 15 minutes ഈസ് ഗിവൺ ആ സ്കൂൾ ഓഫ് ടൈം. ഓക്കെ, read the question and instructions carefully and write the answers. First of all, you have to read the question and instructions. അപ്പോൾ ഇൻസ്ട്രക്ഷൻസും നമ്മൾ നന്നായിട്ട് വായിക്കണം. Then answer the questions considering score. ഓക്കെ, സ്കോർ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ആൻഡ് ടൈം. അറ്റംപ്റ്റ് എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് സെക്ഷൻ ഹാവിങ് ചോയ്സ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യന് എ ബി രണ്ട് ചോയ്സ് കാണും. എ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ബി വേണ്ട, ബി ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ എ എഴുതരുത്. ഓക്കെ, അപ്പോൾ ആ കാര്യവും ശ്രദ്ധിക്കുക. ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് നമ്പർ 28 യു ക്യാൻ യൂസ് ദ അറ്റാച്ച്ഡ് ഔട്ട്ലൈൻ മാപ്പ്. അപ്പോൾ വേൾഡ് മാപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ വേൾഡ് മാപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ആദ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതാണ്? വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ഓപ്ഷൻ തന്നിരിക്കും, നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതി, സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാം. അങ്ങനെയുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ക്വസ്റ്റ്യൻ 1 to 8. അപ്പോൾ 8 ക്വസ്റ്റ്യൻ ആ രീതിയിലായിരിക്കും നമുക്ക് വരിക. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ചോയ്സ്. നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിൽ നിന്നും കറക്റ്റ് ആൻസർ നമ്മൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയേഴ്സ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് പെയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. അവിടെ എ തന്നിരിക്കുന്നത് 1 and 4. 1ഉം 4ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നു. 1 എന്താണ്? ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷൻ ഓഫ് 1948 എസ്കെദാർ. അതുപോലെ തന്നെ 4 ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ് അല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എത്രയാണ്? എ ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബി സി ഡിയിലേക്ക് പോയി നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തല്ലേ. എ കറക്റ്റാണ്, അപ്പോൾ കറക്റ്റ് തന്നെ നമ്മൾ ചെയ്യുക, കറക്റ്റ് ആൻസർ തന്നെ നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? A1 4. കണ്ടോ, ഇവിടെ ആൻസർ കീയിൽ തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. A1 4. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുക? ഹു ഡിസ്ക്രൈബ് ദ ഡിസിഷൻ ഓഫ് ഗാന്ധിജി ടു സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആസ് എ നാഷണൽ കലാമിറ്റി. ഇത് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഡി, സുഭാഷ് ചന്ദ്രബോസ്. കണ്ടോ, സുഭാഷ് ചന്ദ്രബോസ് എഴുതാൻ വിട്ടുപോകരുത്. ഡി എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഡി സുഭാഷ് ചന്ദ്രബോസ് എന്ന് തന്നെ എഴുതുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ കറക്റ്റ് പെയേഴ്സ് റിലേറ്റഡ് ടു ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പെയർ ഏതാണ്? അത് നമ്മൾ ചൂസ് ചെയ്യണം. അതിൽ ആൻസർ വരുന്നത് സി കറക്റ്റാണ്.
അതുപോലെ തന്നെ ഡി കറക്റ്റാണ് അല്ലേ. സി എന്താണ്? സൗത്ത് അമേരിക്ക, ബ്രസീൽ. ഓക്കെ, അത് കറക്റ്റാണ്. ആഫ്രിക്ക, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇത് രണ്ടുമാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ഡി, സി, ഡി. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് മെസ്സേജസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഫോർത്ത് വണ്ണിൻ്റെ ബി ആണ്. ഷെയറിംഗ് ദ ന്യൂസ് റിസീവ്ഡ് ആസ് സച്ച് ആസ് ഇൻ സോഷ്യൽ മീഡിയ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ എന്താണ് പറയുക? വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നോട്ട് എഗെയിൻസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ അതിനകത്ത് നമ്മൾ മാറ്റം വരുത്തിയാൽ അവിടെ മാറ്റം വരും. അതുപോലെ ആ സച്ച്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ സി. ഏതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ റൈറ്റ് പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് റെഫർമേഷൻ. റെഫർമേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഹെൻറി 8 ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ഡി സ്വിംഗ്ലി സ്വിറ്റ്സർലൻഡാണ്. മാർട്ടിൻ ലൂതർ ജർമ്മനിയാണ്. അപ്പോൾ അത് മൂന്നും കറക്റ്റാണ് അല്ലേ. എയും സിയും ഡിയും കറക്റ്റാണ്. മാർട്ടിൻ ലൂതർ ജർമ്മനി. ജോൺ കാൽവിൻ നമുക്കറിയാം, അത് ഇറ്റലി അല്ല. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? സി, ACD. ഓക്കെ, അടുത്തായിട്ട് സിക്സ്ത് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻഡ് എക്സാമ്പിൾ ഓഫ് ഫോർ ഷോ മൂവ്മെൻറ്റ്സ് ഓഫ് ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ്. അതിൻ്റെ ആൻസർ സി ആണ്, ഓറോജനിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഡയസ്ട്രോജനിക് മൂവ്മെൻറ്റിൻ്റെ അതിനകത്ത് വരുന്ന വേറെ എല്ലാം ക്യുക്കാണ്. എർത്ത് ആണെങ്കിലും വോൾക്കാനിസം ആണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും എല്ലാം ക്യുക്കാണ്. പിന്നെ ഓറോജനിക് പ്രോസസ്സസ് ആണ് ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കറക്റ്റ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ, ഓറോജനിക് പ്രോസസ്സസ്. അടുത്തത് സെവൻത്ത് ക്വസ്റ്റ്യൻ, സം ഓഫ് ദി പേയ്മെൻറ്റ് സിസ്റ്റം that have emerged in the banking sector as a result of technology are listed below. Arrange the item appropriately. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നത് സെവൻത്ത് ക്വസ്റ്റ്യന് സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. എയോട് കറക്റ്റ് ആകുന്നത് മൂന്നാമത്തെ ഐറ്റവും, ബിയോട് കറക്റ്റ് ആകുന്നത് ഒന്നാമത്തെ ഐറ്റവും, സിയോട് കറക്റ്റ് ആകുന്നത് രണ്ടാമത്തെ ഐറ്റവും. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്യുക. എയ്ത്ത് ക്വസ്റ്റ്യൻ ഈ ഒരു സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ അത് എന്താണ്? സോർട്ട് ദ ഫോളോയിങ് ആസ് ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ ആൻഡ് ഫോൾസ്, അതിനകത്ത് കറക്റ്റ് ആൻസർ ബി ആണ്. ബി കറക്റ്റ് ആൻസർ. എ, ഡി ഇത് രണ്ടും ട്രൂ ആയിരിക്കും. ബി ആൻഡ് സി ആർ ഫോൾസ്. നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വരുന്ന ആൻസേഴ്സ് കൂടി നോക്കിക്കേ. നമ്മൾ മിഡിൽ ഏജിനെയും റെനേസൻസ് പീരീഡിനെയും കൂടെയും കമ്പയർ ചെയ്യാനാണ് 9th ക്വസ്റ്റ്യൻ. അതിന് 2 സ്കോറാണ് ലഭിക്കുക. 2 സ്കോറാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കിക്കേ. ഓക്കെ, 8th ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയും നമ്മൾ എഴുതേണ്ടത്. അവിടെ നമുക്ക് 2 സ്കോറാണ് ഓരോ ക്വസ്റ്റ്യനും ലഭിക്കുക. അങ്ങനെ നമുക്ക് മൊത്തം അവിടെ ലഭിക്കാവുന്ന മാർക്ക് 16 മാർക്കുകളാണ്. അപ്പോൾ മിഡിൽ ഏജ് റെനേസൻസ് പീരീഡ്. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം റെനേസൻസ് പീരീഡിലെ പിക്ചറിലൊക്കെ എന്ത് മാറ്റം വന്നു, അവരുടെ പെയിൻറ്റിങ്സിലും അവരുടെ ചിത്രങ്ങളിലൊക്കെ എന്ത് മാറ്റം വന്നു, മിഡിൽ ഏജസിൽ എങ്ങനെയായിരുന്നു, അത് കംപ്ലീറ്റ് റിലീജിയസ് ആയിരുന്നെന്നും എന്നാൽ റെനേസൻസ് പീരീഡിലേക്ക് വന്നപ്പോഴേക്കും കളറ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡി ഒക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി, ഓയിൽ പെയിൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, അങ്ങനെയുള്ള ചേഞ്ചസ് വന്നു. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും 2 കോളം വരച്ച് ആ കോളത്തിന് ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ അതിന് ആൻസർ എഴുതുക. മിഡിൽ ഏജസ്, റെനേസൻസ് പീരീഡ്. ഓക്കെ, ഇനി ഡിവൈൻ കോമഡിയെ പറ്റിയാണ് നെക്സ്റ്റ്. അതിൽ ബി പാർട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ എഴുതണമെന്നല്ല. ഇത് രണ്ടും എന്തുകൊണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടും നിങ്ങൾക്ക് ആൻസറായിട്ട് തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഡിവൈൻ കോമഡി അതിനെപ്പറ്റിയുള്ള ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ പാരഗ്രാഫായിട്ട് എഴുതണമെന്നില്ല. ഓരോ സെൻറ്റൻസും താഴെ നമുക്കത് പോയിന്റ്സ് ആയിട്ട് എഴുതാം. അതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ, ടീച്ചർ പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര പോയിന്റ് എഴുതി എന്ന് ടീച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് മാർക്ക് ഇടാനും അത് സഹായിക്കും. അതുകൊണ്ട് പാരഗ്രാഫ് റൈറ്റിങ്ങിനേക്കാൾ എപ്പോഴും നല്ലത് നിങ്ങൾ ഓരോ സെൻറ്റൻസിനെയും ഓരോ പോയിന്റ് ആക്കി എഴുതുക. ഓക്കെ, സൈക്ലോണിക് റെയിൻഫോൾ ആണ് അവിടെ തന്നിരിക്കുന്ന ഒരു പിക്ചറായിരുന്നു. ആ പിക്ചർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറോട് എടുത്തു വെച്ചുകൊണ്ട് വേണം ഈ ആൻസർ കാണാനും കേട്ടോ. സൈക്ലോണിക് റെയിൻഫോൾ ആണ് അവിടെ നമ്മൾ കണ്ടത്. ആ സൈക്ലോണിക് റെയിൻഫോളിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതും നിങ്ങൾ എങ്ങനെ തന്നെ എഴുതണം, നിങ്ങളിത് പോയിന്റ്സ് ആക്കി ഓരോ സെൻറ്റൻസിനെയും താഴെ പോയിന്റ്സ് ആക്കി 1 by 1 ആയിട്ട് എഴുതുക. ഓരോ പോയിന്റും തിരിച്ചറിയാൻ വേണ്ടി അതിനൊരു സിമ്പിൾ കൊടുക്കുക. ഓക്കെ, അടുത്തത് അതിൻ്റെ ബി, നമ്മൾ ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. വീണ്ടും ടീച്ചർ പറയുന്നു രണ്ടുകൂടി എഴുതി വെക്കരുത്, ഒരെണ്ണം. സൈക്ലോൺസ് അതിൻ്റെ ഡയറക്ഷനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ക്ലോക്ക് വൈസ് ആയിരിക്കും സൗത്തേൺ ഹെമിസ്ഫിയറിൽ. എന്നാൽ ആൻറ്റി സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. ഓക്കെ, ദെൻ 11th ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ അതിൻ്റെ പോയിന്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ് ആണ്. ഓക്കെ, ട്വൽത്ത് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് യൂട്ടിലിറ്റിയെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 12 ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് അതിൻ്റെ ആൻസറാണ്. ഓക്കെ, അടുത്തത് 13th ക്വസ്റ്റ്യൻ. The number of times a unit of money exchanged in a given period of time is known as the velocity of circulation of money. An increase in the velocity of circulation of money indicates an acceleration in economic growth, while decrease in the velocity of circulation of money indicates a slowdown in economic growth. In the economies where growth rate is high, producers and consumers have more chances to spend money and vice versa. Okay, അടുത്ത 14th ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഓപ്പോസിഷൻ പാർട്ടിയുടെ റോൾ എന്താണ്? അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ പുസ്തകത്തിൽ നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ദ റോൾ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി. ദെൻ 15th ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലേ? 16th ക്വസ്റ്റ്യൻ സ്പ്രെഡ് എന്താണെന്നുള്ളതായിരുന്നു അല്ലേ? ബാങ്കുകളുടെ സ്പ്രെഡ് എന്താണ്? അവരുടെ ലാഭത്തെയാണ് സ്പ്രെഡ് എന്ന് പറയുക. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്കോർ 2 ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ലെങ്ത് നമ്മുടെ ആൻസറിന് മതി. 2 points or 3 points. അടുത്തത് 17th മുതലുള്ള ക്വസ്റ്റ്യൻസ് 17 to 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 സ്കോറാണ്. അങ്ങനെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 18 മാർക്ക് നമുക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 4 points, മിനിമം 3 points, 4 or 5 points നമ്മുടെ ആൻസറിൽ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ 17th ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ വിമൻ 18th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തത്? വിമൻ, ട്രൈബൽസ്, ലേബറേഴ്സ്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുക. അടുത്തത് 19th ക്വസ്റ്റ്യന് AB 2 ഇതുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ട്.
19B ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എക്സ്കിമോളെ കുറിച്ചൊക്കെയാണ് അല്ലേ? ക്വസ്റ്റ്യൻ്റെ ആൻസർ ബാങ്കിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21 A, B 2 ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബി പാർട്ട് നിങ്ങൾ എയും ബിയും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ കോൾ ഓഫ് ടൈം സമയത്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. 22 ക്വസ്റ്റ്യൻ ഓക്കെ, അവിടെ വരെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 23 ക്വസ്റ്റ്യൻ മുതൽ 29 വരെ 4 സ്കോറാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മിനിമം 4 പോയിൻറ്റ്സ് 5 or 6 പോയിൻറ്റ്സ് വരെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 23, 24, 24 ബി പാർട്ടുണ്ട്. റിസർവ് ബാങ്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 24B. അത് വളരെ സിമ്പിളായിരുന്നു, എളുപ്പമുള്ളതായിരുന്നു. അടുത്തത് 25, then 26, 27, then 28 നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്ലൈൻ മാപ്പിൽ, വേൾഡ് മാപ്പിൽ ഈ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക. അറ്റക്കാമ ഡെസേർട്ട് ചിലിയിലാണ് അല്ലേ? ചിലി. അവിടെ നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇവിടെ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ആ നമ്പർ അതിൻ്റെ ആൽഫബറ്റ് എഴുതിയിട്ടുണ്ട് കണ്ടോ. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, ഡൗൺസ്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ഇൻ ഏഷ്യ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത്. A, B, C, D. നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ് എ, സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ എ, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ് ബി വരിക. അതുപോലെ തന്നെ ഓസ്ട്രേലിയ കോണ്ടിനെൻറ്റിലാണ് സി വരിക, ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് ഡി വരിക. ഓക്കെ, അടുത്തത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 31 A, B. അപ്പോൾ A, B ഇത് രണ്ടും നമുക്ക് ജോഗ്രഫിയിൽ നിന്നായിരിക്കും. 2 ക്വസ്റ്റ്യനും ജോഗ്രഫിയിൽ നിന്നായിരിക്കും. അതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് ഇവിടെ വെതറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിലെ ഫിസിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്, ഇതുപോലെ കോളം വരച്ചെഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്കോർ പരിഗണിക്കണം, ടൈം പരിഗണിക്കണം, ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അതിനുശേഷം നമ്മൾ ആൻസർ എഴുതുക സ്കോർ പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ PDF പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ PDF എടുത്ത് ആൻസേഴ്സ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനും പഠിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.